ജനീമ എന്ന നാമകരണം ചെയ്തിരിക്കുന്ന ഈ വാത്സല്യ കുഞ്ഞിനെ കർത്താവിന്റെ തിരുസന്നിധിയിൽ ഏൽപ്പിച്ച് ഞങ്ങൾ അത് സമർപ്പിച്ച് ദൈവത്തിനായി സമർപ്പിച്ച് പരിചയം പ്രാർത്ഥിക്കുക. കർത്താവേ, ഈശോയ്ക്കും ക്രിസ്തുക്കുമായി നീ രണ്ടാമത് ഒരു കുഞ്ഞിനെ നൽകിയത്. യോബിന്റെ സൗന്ദര്യമുള്ള കുഞ്ഞുങ്ങൾ ആ ദേശത്തുണ്ടായിരുന്നു എന്ന് വായിക്കുന്നതുപോലെ കർത്താവേ, നീ നൽകിയ പൈതനായി ഞങ്ങൾ സമർപ്പണം ചെയ്യാം. ആരോഗ്യത്തോടെ കർത്താവേ, നീ കുഞ്ഞിനെ പരിപാലിച്ചു. പ്രത്യേകം ഈ കുഞ്ഞിന്റെ ജനനത്തിന് കൂടിയാണ് കർത്താവ് ഇന്ന് ഈ പൈതലിന് ഒരു വയസ്സ് തികയുന്ന ദിവസം കൂടിയാണ്. ആ ദിവസത്തിൽ തന്നെ പ്രിയപ്പെട്ട കുഞ്ഞിനെ കർത്താവേ അങ്ങയുടെ സന്നിധിയിൽ ഏൽപ്പിച്ച് ഞങ്ങൾക്ക് പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കുവാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ നൽകിയ നല്ല അവസരങ്ങൾ ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യും. യാക്കോബ് പറഞ്ഞതുപോലെ അടിയന് ദൈവം നൽകിയിരിക്കുന്ന ആ മക്കൾ യോസേഫ് പറയുകയാണ്, യഹോവ ഇവിടെ, ദൈവം ഇവിടെ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന, എനിക്ക് നൽകിയിരിക്കുന്ന മക്കൾ എന്ന് പറഞ്ഞതുപോലെ കർത്താവേ, പ്രിയ മക്കൾക്ക് ദൈവം ദാനമായി നൽകിയ കുഞ്ഞുങ്ങളാണ്. ഈ കുഞ്ഞിനെ കർത്താവേ നിത്യനാമത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ട പൈതലിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് കർത്താവെ ഞങ്ങൾക്ക് ഇന്നൊരു മധുരം, ഒരു കേക്ക് കട്ടി കൊണ്ടപ്പോൾ കർത്താവ് കൃപ നൽകിയത് പ്രിയ മക്കളുടെ സന്തോഷത്തിന്റെ സൂചകമായി കർത്താവ് ഇപ്പോൾ ഞങ്ങൾ ആ മധുരം വിതരണം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകണമേ. പ്രിയപ്പെട്ട കുഞ്ഞിനെയും ദൈവരങ്ങൾ ഏൽപ്പിക്കുന്നു. ഇവിടെ മാതാപിതാക്കന്മാരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബാംഗങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ആരാധനയെ സംബന്ധിച്ച എല്ലാ ദൈവത്തിൻ്റെ ദാസന്മാരെയും സഹോദരന്മാരെയും കുഞ്ഞുങ്ങളെ എല്ലാ ദൈവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഏവരെയും ഒരുപോലെ കർത്താവ് അനുഗ്രഹിക്കണം. സ്വർഗത്തിൽ നിന്ന് അവിടുത്തെ കൃപാകടാക്ഷവും അവിടുത്തെ കാരുണ്യവും ആശീർവാദം എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രാർത്ഥന കേട്ടതുണ്ട്. സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ അനുകൂല നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കേട്ടുമാറാകണമേ. ആമേൻ. ഹല്ലേലൂയ. Okay.